ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യൂ ആൻഡ് റോ അല്ലെങ്കിൽ വരിയും നിരയും. നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. 70 പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 45 എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്രാമതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം. 70 പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 45 എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്രാമതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ 2 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരു റോയും ക്യൂവുമാണ്. റോയും ക്യൂവും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ലൈൻ വരച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം 70 പേരുള്ളതിൽ അനന്തുവിൻ്റെ റാങ്ക് 45. അപ്പം 45ാമത്തെ റാങ്കിലുള്ളത് അനന്തുവാണ്. അങ്ങനെയാണെങ്കിൽ അനന്തുവിൻ്റെ ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? 44 പേരുണ്ട്. അനന്തുവിൻ്റെ മൊത്തം 70 പേരാണ്. 70 പേരിൽ നിന്ന് 45 പേര് അനന്തു അടക്കം ഫ്രണ്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ബാലൻസ് വരുന്നത് 25. അപ്പോൾ അനന്തു കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ 25 പേര് അനന്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പുറകിൽ നിന്ന് 25 പേര് കഴിഞ്ഞ് 26ാമത് അനന്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അനന്തുവിൻ്റെ റാങ്ക് 26. ഓപ്ഷൻ എ 26. ഇത് രണ്ടാമതൊരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. രണ്ടാമതൊരു രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 70 പേരാണുള്ളത്. 70 പേരിൽ നിന്ന് 45, അതായത് അനന്തുവിൻ്റെ റാങ്ക്, അതിൽ നിന്ന് ഒരാളെയും കൂടി ബാക്കിൽ നിന്ന് ഇതാവുന്ന സമയത്ത് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെയും കൂടി ലെസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 70 മൈനസ് 44 26 ഇങ്ങനെയും കിട്ടും നമുക്കൊരു സ്റ്റെപ്പിൽ വേണമെങ്കിൽ. പക്ഷേ ഏറ്റവും തെറ്റിപ്പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 60 പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 52 എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്രാമതാണ്? ഒന്നുകൂടി പറയാം. 60 പേരുള്ള ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 52 എന്നാൽ അവസാനത്തെ റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്രാമതാണ്? നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വരച്ച പോലെ ഒരു ലൈൻ തന്നെ വരയ്ക്കാം. ടോട്ടൽ 60 പേരാണ് ക്ലാസ്സിലുള്ളത്. അതിൽ 52 അനന്തു. അപ്പോൾ അനന്തുവിൻ്റെ ഫ്രണ്ടിൽ 51 പേരുണ്ട്. 52 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60ൽ നിന്ന് 52 കുറച്ചാൽ 8. അനന്തുവിൻ്റെ ബാക്കിൽ 8 പേരുണ്ട്. അപ്പോൾ അവസാനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 8 പേര് അനന്തുവിൻ്റെ പുറകിലുണ്ട്. 8 1 9. അനന്തുവിൻ്റെ റാങ്ക് ബാക്കിൽ നിന്നും 9. ഓപ്ഷൻ ബി 9. അതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ മെത്തേഡ് കൂടി ഒന്ന് കാണിക്കാം. ടോട്ടൽ 60 പേര്. 60 മൈനസ് 52. അനന്തുവിൻ്റെ റാങ്ക് 52. അതിൽ നിന്ന് ബാക്കിൽ നിന്ന് എണ്ണുന്ന സമയത്ത് ഒരാളെയും കൂടി കുറയും. അപ്പോൾ 60 മൈനസ് 51. അപ്പോൾ 9. അപ്പോൾ ആൻസർ വരുന്നത് 9. ഓപ്ഷൻ ബി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ 2 മെത്തേഡും പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഏറ്റവും നല്ലത് ഒരു ലൈൻ വരച്ചിട്ട് ചെയ്യുന്നതാണ്. ആ ഇതിലാണ് തെറ്റിപ്പോവാനുള്ള സാധ്യത ഭയങ്കര കുറവ്. അതും പോരാ, അതിന് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഒരു വരിയിൽ ശില്പ മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 6ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു വരിയിൽ ശില്പ മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 6ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നോക്കാം. ശില്പ മുന്നിൽ നിന്ന് 10ാമത്. ഇപ്പോൾ ശില്പയുടെ മുമ്പിൽ 9 പേരുണ്ട്. പിന്നിൽ നിന്ന് 6ാമത്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാം. ആറാമത്. അപ്പം അത് കഴിഞ്ഞിട്ട് ശില്പയുടെ ബാക്കിൽ 5 പേര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശില്പയുടെ മുമ്പിൽ 9 പേരുണ്ട്. ശില്പ കഴിഞ്ഞിട്ട് 5 പേരുണ്ട്. അപ്പോൾ ശില്പയടക്കം 9 + 5 + 1
15 പേര്. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ 15. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു വരിയിൽ ശ്രദ്ധ മുന്നിൽ നിന്ന് 22ാമതും പിന്നിൽ നിന്ന് 8ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയാം. ഒരു വരിയിൽ ശ്രദ്ധ മുന്നിൽ നിന്ന് 22ാമതും പിന്നിൽ നിന്ന് 8ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അത് നോക്കാം. ശ്രദ്ധ മുന്നിൽ നിന്ന് 22ാമത്. അപ്പോൾ ശ്രദ്ധയുടെ മുമ്പിൽ 21 പേരുണ്ട്. പിന്നിൽ നിന്ന് 8ാമത്, പിന്നിൽ നിന്ന് 8ാമതാണ്. അപ്പം 7 പേരുണ്ട് അത് കഴിഞ്ഞിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 21 + 7 + 1 29. ആ വരിയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 21 + 7 + 1 29. മൊത്തം 29 പേരുണ്ട്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 29. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അമൃത ഒരു വരിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 15ാമതാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടാവും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. അമൃത ഒരു വരിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 15ാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടാവും? അത് നോക്കാം. അമൃത 15ാമത്. മുന്നിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അമൃതയ്ക്ക് ഫ്രണ്ടിൽ 14 പേരുണ്ട്. അടുത്ത രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പിന്നിൽ നിന്ന് 15ാമത്. അപ്പം 14 പേരുണ്ട്. ഇവിടെ 15ാമത്തെ ആൾ അമൃത. അങ്ങനെ വരുന്ന സമയത്ത് അമൃതയ്ക്ക് മുമ്പിൽ 14 പേര്. അമൃത 1, പുറകിൽ 14 പേര്. 14ഉം 1ഉം 14ഉം 29. ടോട്ടൽ ആ വരിയിൽ എത്ര പേരാണ് ഉണ്ടാവുക? 29 പേര്. ഓപ്ഷൻ എ 29 റൈറ്റ് ആൻസർ. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിന് മാത്രം ആലോചിക്കാനൊന്നുമില്ല. 15ാമത് എന്ന് പറയുന്ന സമയത്ത് അമൃതയുടെ മുമ്പിൽ 14 പേരുണ്ട്, അമൃത കഴിഞ്ഞിട്ടും 14 പേരുണ്ട്. അപ്പം മുമ്പിൽ 14ഉം പുറകിൽ 14ഉം അമൃത അടക്കം അമൃത ഒന്നായിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 14 + 14 + 1 29. ഡയറക്റ്റായിട്ട് മനസ്സിൽ കൂട്ടിയിട്ട് അങ്ങ് എഴുതാനുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വരാം. രാമു ഒരു വരിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 28ാമതാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടാകും? നമ്മൾ തൊട്ട് മുമ്പേ ഡിസ്കസ് ചെയ്ത പോലത്തെ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ് വീണ്ടും വന്നിട്ടുള്ളത്. രാമു ഒരു വരിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 28ാമതാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ടാകും എന്നുള്ളതാണ്. തൊട്ട് മുമ്പേ ചെയ്ത മാതിരി തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഫ്രണ്ടിൽ 27 പേര്, അത് കഴിഞ്ഞ് രാമു ഒരാൾ, അതിൻ്റെ പുറകിൽ 27 പേര്. മൊത്തം 55 പേരാണ് ആ വരിയിലുണ്ടാവുക. 55 പേർ. 27 പേർ രാമുവിൻ്റെ മുമ്പിൽ, 27 പേർ രാമു കഴിഞ്ഞിട്ട് രാമു അടക്കം ഒരാൾ. മൊത്തം 54 + 1 55 പേർ. ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമത്തെ ആളും ഗീതു പുറകിൽ നിന്ന് 6ാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ഒന്നുകൂടി പറയാം. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമത്തെ ആളും ഗീതു പുറകിൽ നിന്ന് 6ാമത്തെ ആളുമാണ് എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 ഫിഗർ ആയിട്ടാണ് വരയ്ക്കുന്നത്. ഫസ്റ്റത്തെ ഇതിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമത്തെ ആൾ, ശ്രുതി 8ാമത്തെ ആൾ. അപ്പോൾ ശ്രുതിയുടെ മുമ്പിൽ 7 പേരുണ്ട്. ശ്രുതി കഴിഞ്ഞിട്ട്
17 പേര്. ശ്രുതി കഴിഞ്ഞിട്ട് എത്ര പേരാണ്? 17 പേര്. അപ്പോൾ മൊത്തം 25. അടുത്ത ഗീതു. ഗീതു പുറകിൽ നിന്ന് 6ാമത്തെ ആളാണ്. ഗീതു പുറകിൽ നിന്ന് 6ാമത്തെ ആളാണ്. 6 ഗീതു. പുറകിൽ നിന്ന് 6ആകുമ്പോൾ ഗീതുവിൻ്റെ പുറകിൽ 5 പേരുണ്ട്. ഗീതുവിൻ്റെ മുമ്പിൽ 19 പേര്. ഗീതുവിൻ്റെ മുമ്പിൽ 19 പേരും ഗീതു കഴിഞ്ഞിട്ട് 5 പേരും. ഗീതു പുറകിൽ നിന്ന് 6ാമത്തെ ആളും ശ്രുതി മുമ്പിൽ നിന്ന് 8ാമത്തെ ആളുമാണ്. ശ്രുതിയുടെ ഫ്രണ്ടിൽ 7 പേരുണ്ട്. ശ്രുതി കഴിഞ്ഞിട്ട് 17 പേരുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി ചേർത്ത് ഒരു ഫിഗർ വരയ്ക്കാം. ശ്രുതി ഫ്രണ്ടിൽ നിന്ന് 8ാമത്തെ ആള്. ശ്രുതി കഴിഞ്ഞിട്ട് 17 പേരുണ്ട്. പുറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗീതു 6ാമത്തെ ആളാണ്. അപ്പോൾ ഗീതു കഴിഞ്ഞിട്ട് 5 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ ശ്രുതി കഴിഞ്ഞിട്ട് 17 പേരായിരുന്നു. 17 മൈനസ് 6, അതായത് ഗീതു 6ാമത്തെ ആളാണ്. പുറകിൽ നിന്ന് 6ാമത്തെ ആളാണ്. അപ്പോൾ 17 നിന്ന് ഗീതുവിൻ്റെ അടക്കം കുറയ്ക്കണം. കാര്യം ഗീതുവിനും ശ്രുതിക്കും ഇടയിലുള്ള ആളുകളെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഗീതുവിൻ്റെ ആവശ്യമില്ല, ശ്രുതിയുടെയും ആവശ്യമില്ല. അപ്പം 17 പേരാണ് ശ്രുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഗീതുവിൻ്റെ പുറകിലുള്ള 5 പേരും ഗീതു അടക്കം 6 പേര് കുറച്ച് കഴിയുന്ന സമയത്ത് 17 മൈനസ് 6 11 പേര്. മൊത്തം 11 പേരാണ് ഗീതുവിനും ശ്രുതിക്കും ഇടയിലുള്ളത്. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. മൊത്തം 11 പേര്. ശ്രുതിക്കും ഗീതുവിനും ഇടയിൽ 11 പേര്. Q&Aയിലെ അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 36 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മീര മുൻപിൽ നിന്ന് 12ാമത്തെ ആളും രമ പുറകിൽ നിന്ന് 4ാമത്തെ ആളുമാണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? ഒന്നുകൂടി പറയാം. 36 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ മീര മുൻപിൽ നിന്ന് 12ാമത്തെ ആളും രമ പുറകിൽ നിന്ന് 4ാമത്തെ ആളുമാണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? മൊത്തം 36 കുട്ടികളുണ്ട്. മീര മുൻപിൽ നിന്ന് 12ാമത്തെ ആൾ. മുൻപിൽ നിന്ന് 12ാമത്തെ ആളെന്ന് പറയുമ്പോൾ മീരയ്ക്ക് മുമ്പിൽ 11 പേര്. മീര കഴിഞ്ഞിട്ട് 24 പേര്. മീര കഴിഞ്ഞിട്ട് എത്ര പേരാണ്? 24 പേര്. മീരയ്ക്ക് ടോട്ടൽ 36 പേരാണുള്ളത്. അപ്പം മീര ഫ്രണ്ടിൽ നിന്ന് 12ാമത്തെ ആളാണെന്നുണ്ടെങ്കിൽ മീര കഴിഞ്ഞിട്ട് മൊത്തം 24 പേര്. അടുത്ത ഫിഗർ വരയ്ക്കാം നമുക്ക്. രമ. മൊത്തം 36 പേരാണുള്ളത്. രമ പുറകിൽ നിന്ന് 4ാമത്തെ ആൾ. പുറകിൽ നിന്ന് 4ാമത്തെ ആളാണ് രമ. രമ പുറകിൽ നിന്ന് 4ാമത്തെ ആളെന്ന് പറയുമ്പോൾ രമയ്ക്ക് ശേഷം 3 പേരുണ്ട്. നമുക്കിനി 2 പേരുടെയും കൂടി ചേർത്തിട്ടൊരു ഇത് വരയ്ക്കാം. മീര കഴിഞ്ഞിട്ട് മൊത്തം 24 പേരാണുള്ളത്. മീര കഴിഞ്ഞിട്ട് മൊത്തം 24 പേര്. രമ പുറകിൽ നിന്ന് 4ാമത്തെ ആളാണ് രമ. പുറകിൽ നിന്ന് 4ാമത്തെ ആളാണ്. അപ്പോൾ മീര കഴിഞ്ഞിട്ടുള്ളത് 24 പേരിൽ നിന്ന് ടോട്ടൽ 24 പേരാണുള്ളത്. 24 പേരിൽ നിന്ന് രമയടക്കം 4 പേരെ കുറച്ചിട്ടുണ്ടെങ്കിൽ 20 പേര്. അപ്പം ഓപ്ഷൻ ഡി 20. ഓപ്ഷൻ ഡി 20 നമ്മുടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. മൊത്തം 24 പേരാണ് മീര കഴിഞ്ഞിട്ടുള്ളത്. 24 പേരിൽ നിന്ന് രമയടക്കം 4 പേരെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 20 പേര്. അപ്പോൾ 20 പേരാണ് മീരയ്ക്കും രമയ്ക്കും ഇടയിലുള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്തുനിന്ന് 8ാമതും വീണയുടെ സ്ഥാനം വലത്തുനിന്ന് 17ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത്തുനിന്ന് 14ാമതായി. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേർ ഉണ്ട്? ഒന്നുകൂടി പറയാം. ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്തുനിന്ന് 8ാമതും വീണയുടെ സ്ഥാനം വലത്തുനിന്ന് 17ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത്തുനിന്നും 14ാമതായി. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേർ ഉണ്ട്? ഫസ്റ്റത്തെ ലൈൻ
നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2-3 ഫിഗറായിട്ട് വരയ്ക്കുന്നത്. എക്സാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ ഫിഗർ വരച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഫിഗർ വരയ്ക്കുന്നത്. ഒരു വരിയിൽ നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് 8ാമത്, ഇടതുവശത്ത് നിന്ന് 8ാമത്തെ ആൾ നീതു. അപ്പം നീതുവിന് മുമ്പേ 7 പേരുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ മൊത്തം എത്ര പേരുണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നീതുവിന് ശേഷം എത്ര പേരുണ്ട് എന്ന് നമുക്കറിയില്ല. അടുത്ത ഫിഗറിൽ വലത്തു നിന്ന്, മുമ്പത്തെ നീതുവിൻ്റെ ഇടത്തു നിന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്ന വീണയുടെ വലത്തു നിന്നാണ്. അതായത് ആ വരിയുടെ വലതുവശത്ത് നിന്ന് വീണയുടെ സ്ഥാനം 17ാമതാണ്. അപ്പോൾ വീണ കഴിഞ്ഞിട്ട് 16 പേരുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരയ്ക്കാം. ഈ കമ്പൈൻ ചെയ്ത് വരയ്ക്കുന്നതിന് മുമ്പ് ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് 14ാമതായി. അതായത് ഇപ്പം വീണയുള്ള സ്ഥലത്താണ് നീതു വന്നിരിക്കുന്നത്. അപ്പം നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് 14ാമതായി. അപ്പം ഇപ്പോൾ ഓൾറെഡി വീണയായിരുന്നു ഇരുന്നിരുന്നത് 17ാം സ്ഥാനത്ത്. അത് അവിടെ ഇനിയിപ്പോൾ ആരാണ് ഇരിക്കാൻ പോകുന്നത്? നീതുവാണ്. നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് എത്രാമതായി എന്നാണ് പറയുന്നത്? 14ാമതായി എന്നാണ് പറയുന്നത്. അപ്പം നീതുവിന് മുമ്പേ 13 പേരുണ്ട്. ഇപ്പം നീതുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 14ആണ്. ഇപ്പം നീതുവിൻ്റെ സ്ഥാനം 14. അപ്പം നമുക്കറിയാം, തൊട്ടുമുമ്പത്തെ ഫിഗറിൽ നമ്മൾ മനസ്സിലാക്കി വീണയ്ക്ക് പുറകിൽ എത്ര പേരുണ്ട്? 16 പേരുണ്ട്. നീതു ഇപ്പോൾ 14ാമതാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടാവും? നീതുവിൻ്റെ ഇപ്പോഴത്തേത് 14, അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന 16 പേര്. അതായത് നമുക്ക് തൊട്ട് മുമ്പത്തെ ഫിഗറിൽ നമുക്കറിയാം വീണയുടെ ശേഷം 16 പേരാണ് ഇരിക്കുന്നത്. അപ്പോൾ 14 + 16 മൊത്തം 30 പേർ. ആ വരിയിൽ മൊത്തം എത്ര പേരാണ് ഉണ്ടാവുക? മൊത്തം 30 പേർ. അപ്പോൾ ഓപ്ഷൻ എ 30 ആണ് റൈറ്റ് ആൻസർ. ഒന്നുകൂടി പറയാം. നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് 8ാമത്. അതായത് ഈ ലൈനിൽ മൊത്തം എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നീതുവിൻ്റെ സ്ഥാനം ഇടത്തു നിന്ന് 8ാമതെന്ന് പറയുമ്പം നീതുവിന് മുമ്പേ 7 പേരുണ്ട്. അതിനുശേഷം നീതുവിന് ശേഷം എത്ര പേരാണെന്നുള്ളത് നമുക്കറിയില്ല. അടുത്തത് വീണയുടെ സ്ഥാനം വലതുനിന്ന് 17ാമത് എന്ന് പറയുമ്പോൾ വീണയ്ക്ക് കഴിഞ്ഞിട്ട് 16 പേരുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ചേർത്തിട്ട് നമ്മളൊരു ഫിഗർ വരച്ചത്. ആ സമയത്ത് രണ്ടാമത് ഇവർ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പരസ്പരം സ്ഥാനം കൈമാറി എന്നാണ് പറയുന്നത്. പരസ്പരം സ്ഥാനം കൈമാറിയെങ്കിൽ വീണ മുമ്പ് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ആരിയിരിക്കുന്നത്? നീതു ഇരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്നിട്ട് ആ നീതുവിൻ്റെ സ്ഥാനം എത്രാമതായി? ഇപ്പം 14ാമതായി. അപ്പം മുമ്പ് വീണ ഇരിക്കുന്ന സ്ഥാനത്താണ് നീതു ഇരിക്കുന്നത്. അപ്പം ഇടതുവശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നീതുവിൻ്റെ സ്ഥാനം 14ാമതായി. അപ്പം നീതുവിന് മുമ്പേ 13 പേരുണ്ട്. നമുക്ക് തൊട്ട് മുമ്പത്തെ ഫിഗറിൽ നിന്ന് തന്നെ അറിയാം നമുക്ക് വീണയ്ക്ക് ശേഷം 16 പേരുണ്ട്. അപ്പോൾ 16ഉം 14ഉം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ മൊത്തം എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പം മൊത്തം 30 പേരാണുള്ളത്. അപ്പം ഓപ്ഷൻ എ 30 എന്നുള്ളതാണ് നമുക്ക് ഇതിന് ആൻസർ വരുന്നത്. കഴിഞ്ഞ ചോദ്യത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ: ഒരു വരിയിൽ രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്ന് 6ാമതും സീമയുടെ സ്ഥാനം വലത്തുനിന്ന് 25ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്ന് 18ാമതുമായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു വരിയിൽ രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്ന് 6ാമതും സീമയുടെ സ്ഥാനം വലത്തുനിന്ന് 25ാമതുമാണ്. അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്നും 18ാമതുമായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഒരു വരി നമ്മളിവിടെ വരികയാണ്. രമ്യയുടെ സ്ഥാനം
ഇടത്തുനിന്ന് ആറാമത്. അപ്പോൾ രമ്യയ്ക്ക് മുമ്പേ 5 പേരുണ്ട്. അടുത്ത ഒരു ലൈൻ വരയ്ക്കാം. സീമയുടെ സ്ഥാനം വലത്തുനിന്ന് 25-ാമതുമാണ്. വലത്തുനിന്ന് 25-ാമതാണ് സീമയുടെ സ്ഥാനം. അപ്പോൾ സീമയ്ക്ക് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 24 പേരുണ്ട്. നമുക്കിത് ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ തോന്നും ഇത് അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ എന്നൊക്കെ തോന്നുമ്പോൾ ഇതൊരു ടൈറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷെ നമ്മളിത് ഒരു ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വെറുതെ ആ ഫിഗറിൽ നിന്ന് നോക്കി എഴുതാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ 2 ഫിഗർ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് ചെയ്യുന്ന സമയത്ത് ഒറ്റ ഫിഗർ വരച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ഒന്നിച്ച് ഒരു ഫിഗറിൽ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രമ്യയുടെ സ്ഥാനം അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്ന് 18-ാമതായി. അതായത് മുമ്പ് സീമ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ആര്? ഇപ്പോൾ രമ്യ ഉള്ളത്. മുമ്പ് സീമ ഉണ്ടായിരുന്ന സ്ഥാനത്താണിപ്പം രമ്യ ഉള്ളത്. രമ്യയുടെ സ്ഥാനം ഇടത്തുനിന്ന് 18-ാമതായി. അപ്പോൾ രമ്യയുടെ മുമ്പേ 17 പേരുണ്ട്. രമ്യ 18-ാമത്തെ ആളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്കറിയാം സീമയ്ക്ക് ശേഷം എത്ര പേരുണ്ട്? 24 പേരുണ്ട്. 24 പേര്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 17-ഉം രമ്യയ്ക്ക് ശേഷമുള്ള 24 പേരും രമ്യയും. അങ്ങനെ മൊത്തം 42. മൊത്തം എത്ര വരുന്നത്? 17 + 24 + 1 മൊത്തം 42 പേർ. ഓപ്ഷൻ ബി 42. ഇതാണ് നമുക്ക് വരുന്ന ഉത്തരം. ഒന്നുകൂടി പറയാം. ഇവിടെ രമ്യയുടെയും സീമയുടെയും പരസ്പരം സ്ഥാനം മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ രമ്യ ഉണ്ടായിരുന്ന സ്ഥാനത്ത് സീമയും സീമ ഉണ്ടായിരുന്ന സ്ഥാനത്ത് രമ്യയുമാണ്. പക്ഷെ നമുക്ക് രമ്യയുടെ സ്ഥാനം മാറിയ ഇത് മാത്രം നമുക്ക് എടുത്താൽ മതി. ഈ വരിയിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനൊരു പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രമ്യയുടെ 18-ാമതായിട്ടാണ് രമ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രമ്യയ്ക്ക് മുമ്പ് 17 പേരുണ്ട്, രമ്യയ്ക്ക് ശേഷം 24 പേരുണ്ട്. അപ്പം 17 + രമ്യ, അത് കഴിഞ്ഞിട്ട് 24 പേര്. അപ്പം മൊത്തം 42 പേർ. അതാണ് നമുക്ക് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി 42 റൈറ്റ് ആൻസർ. ഇത് നമ്മൾ മുമ്പേ ചെയ്ത ഒരേ ടൈപ്പ് പ്രോബ്ലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനുമായിട്ടൊരു ഫെമിലിയാരിറ്റി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും ഇട്ടിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ വായിക്കാം. അനു ഒരു വരിയിൽ മുമ്പിൽ നിന്ന് 25-ാമതും പിറകിൽ നിന്ന് 25-ാമതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? നമ്മൾ മുമ്പ് ചെയ്ത അതേ ടൈപ്പ് റോളാണ്. അനു ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25-ാമതും പുറകിൽ നിന്ന് 25-ാമതും ആയി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അനുവിന് ഫ്രണ്ടിൽ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. അത് കഴിഞ്ഞ് അനു ഒരാൾ, അത് കഴിഞ്ഞ് അനുവിന് ശേഷം 24 പേര്. മൊത്തം എത്ര പേര് വരുന്നുണ്ട്? 49. 24 + അനു 1, 25-ാമത്തെ ആൾ, അതിന് ശേഷം 24 പേര്. അപ്പം മൊത്തം 49 പേർ. 49 പേർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 49. അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 8-ാമതും പിറകിൽ നിന്ന് 16-ാമതുമായാൽ ആ ഗ്രൂപ്പിലെ ആകെ കുട്ടികളുടെ എണ്ണം. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 8-ാമതും പിറകിൽ നിന്ന് 16-ാമതുമായാൽ ആ ഗ്രൂപ്പിലെ ആകെ കുട്ടികളുടെ എണ്ണം. ആകെ കുട്ടികളുടെ എണ്ണം. നമുക്കൊരു ലൈൻ വരയ്ക്കാം. എ എന്ന കുട്ടി ഇവിടെ റാങ്ക് എന്താണ്? മുന്നിൽ നിന്ന് 8-ാമത്. എ എന്ന് പറയുന്ന കുട്ടി മുന്നിൽ നിന്ന് 8-ാമത്. അപ്പോൾ എക്ക് മുമ്പ് എത്ര പേരുണ്ട്? 7 പേരുണ്ട്. പിറകിൽ നിന്ന് 16-ാമത്. പിറകിൽ നിന്ന് 16-ാമത് എന്ന് പറയുമ്പം ശേഷം 15 പേരുണ്ട്. 15 പേര് പിറകിൽ നിന്ന് എണ്ണുകയാണെങ്കിൽ 15 പേര് കഴിഞ്ഞ് 16-ാമത്തെ ആളാണ് എ. അപ്പം എ കഴിഞ്ഞിട്ട് 15 പേരുണ്ട്, എക്ക് മുമ്പ് 7 പേരുണ്ട്. അപ്പം 7 + 1 + 15. അപ്പം മൊത്തം 23.
അപ്പോൾ 23 ആണ് ആ ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 23. ഓപ്ഷൻ സി 23 എന്ത് റൈറ്റ് ആൻസർ. ഒന്നുകൂടി പറയാം, ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 8ാമത്, അപ്പം എക്ക് മുമ്പിൽ 7 പേരുണ്ട്. എക്ക് പുറകിൽ നിന്ന് 16ാമത് എന്ന് പറയുന്ന സമയത്ത് എ കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 15 പേരുണ്ട്. അപ്പം 15 + 1 + 7 മൊത്തം 23 പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. വരിയും നിരയും എന്നുള്ളതിൽ നമ്മൾ ആദ്യം ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലമാണ് വീണ്ടും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാൻ കൂടി ചെയ്യാം. ഇത് നോക്കിക്കോളൂ. അരുണയ്ക്ക് ക്ലാസ്സിൽ 12ാം റാങ്കുണ്ട്. ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. അവസാന സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അരുണയ്ക്ക് എത്രാമത്തെ റാങ്കാണ്? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അരുണയ്ക്ക് ക്ലാസ്സിൽ 12ാം റാങ്കുണ്ട്. ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. അവസാന സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അരുണയ്ക്ക് എത്രാമത്തെ റാങ്കാണ്? ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ വരച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടും. എന്നിരുന്നാലും ഒന്ന് കാണിച്ചു തരാം. അരുണയ്ക്ക് ക്ലാസ്സിൽ 12ാം റാങ്ക്. അപ്പോൾ അരുണയ്ക്ക് മുമ്പേ 11 പേര്, 12ാമത്തെ ആളാണ് ആര്? അരുണ. മൊത്തം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 46 പേരുണ്ട്. അപ്പോൾ 13 പേര് ആദ്യം 12ാമത്തെ റാങ്കാണ് അരുണയ്ക്ക് എന്നുണ്ടെങ്കിൽ അതിന് ശേഷം എത്ര പേര് വരും? 34 പേർ. 11 പേര് അരുണയ്ക്ക് മുമ്പേ ഉണ്ട്. അത് കഴിഞ്ഞ് 12ാമത്തെ ആളാണ് അരുണ. അതിനുശേഷം 34 പേരുണ്ട് മൊത്തം. അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ 34 അരുണയ്ക്ക് ശേഷം വരുന്നത്, 34. അപ്പം പുറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അരുണയ്ക്ക് 35ാമത്തെ ഇതാണ് വരുന്നത്, 35ാമത്തെ റാങ്ക്. അപ്പോൾ ഓപ്ഷൻ സി 35 നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് പക്ഷേ വായിക്കുന്ന സമയത്തും നമ്മളിത് ചെയ്യുന്ന സമയത്തും നമുക്ക് കുറച്ച് ടൈറ്റാന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ക്ലാസ്സിലെ 4 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. സുരാജ് മനുവിൻ്റെ ഇടതുവശത്തും രേണുവിൻ്റെ വലതുവശത്തുമാണ്. അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. എങ്കിൽ ആരാണ് ഏറ്റവും ഇടത്തറ്റത്ത് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇടതുവശത്തിരിക്കുന്നത്? ഒന്നുകൂടി പറയാം. ഒരു ക്ലാസ്സിലെ 4 കുട്ടികൾ ഒരു ബെഞ്ചിലിരിക്കുന്നു. സുരാജ് മനുവിൻ്റെ ഇടതുവശത്തും രേണുവിൻ്റെ വലതുവശത്തുമാണ്. അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. എങ്കിൽ ആരാണ് ഏറ്റവും ഇടതുവശത്ത് ഇരിക്കുന്നത്? 4 പേര്, അതിൽ 1, 2, 3, 4 ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താണ്? സുരാജ് മനുവിൻ്റെ ഇടതുവശത്ത്. സുരാജ് മനുവിൻ്റെ ഇടതുവശത്ത്. മനുവിൻ്റെ ഇടതുവശത്തും രേണുവിൻ്റെ വലതുവശത്തുമാണ്. അതായത് സുരാജിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. രേണുവിൻ്റെ വലതുവശത്തുമാണ്. രേണുവിൻ്റെ വലതുവശത്തുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാവും. സുരാജ് മനുവിൻ്റെ ഇടതുവശത്തും രേണുവിൻ്റെ വലതുവശത്തുമാണ്. അടുത്ത ലൈനിൽ പറഞ്ഞിട്ടുള്ളത് അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഫസ്റ്റത്തെ ഇത് വായിക്കുന്ന സമയത്ത് സുരാജ് മനുവിൻ്റെ ഇടതുവശത്തും രേണുവിൻ്റെ വലതുവശത്തുമാണ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണ് ഇരിക്കുന്നതെന്ന്. തൊട്ടടുത്തിരിക്കുന്നതായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പം രേണുവിൻ്റെ വലതുവശത്തും സുരാജ് മനുവിൻ്റെ ഇടതുവശത്തും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ലൈൻ ഇങ്ങനെ വരച്ചത്. രേണു, സുരാജ്, മനു. അതായത് സുരാജ് രേണുവിൻ്റെ വലതുവശത്തും മനുവിൻ്റെ ഇടതുവശത്തും. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. അപ്പം നമുക്കറിയാം ഏറ്റവും ഇങ്ങേയറ്റത്തിരിക്കുന്ന ആളാരായിരിക്കും? മനു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് സുരാജ്. സുരാജിൻ്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് രേണുവിനെ വെക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഇടതുവശത്താണ് രേണു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അനുവിൻ്റെ ഇടത് വശത്ത് സുരാജിൻ്റെ തൊട്ടിപ്പുറത്ത് രേണുവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ ഇടത് വശത്ത് ആര് വരില്ല? രേണു വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സുരാജിൻ്റെ തൊട്ടിപ്പുറത്ത് അനുവിനെ കൊടുക്കണം. അനുവിൻ്റെ തൊട്ടിപ്പുറത്ത് രേണു. ഇനി നമ്മൾ വരച്ചതിന് ശേഷം ഒന്ന് നോക്കുക ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം അതേപോലെ ആവുന്നില്ലേ എന്ന്. സുരാജ് മനുവിൻ്റെ ഇടതുവശത്ത്, അത് ശരിയാണ്. രേണുവിൻ്റെ വലതുവശത്താണ് സുരാജ് ഉള്ളത്. അടുത്തത് അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. അനു ഇവിടെ ഉണ്ട്, അനുവിൻ്റെ ഇടതുവശത്താണ് രേണു. അപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്നത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യം എന്താണ്? ഏറ്റവും ഇടത്തറ്റത്ത് അല്ലെങ്കിൽ ഇടതുവശത്തിരിക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഈ ബെഞ്ചിൻ്റെ ഏറ്റവും ഇടതുവശത്തിരിക്കുന്ന ആളാരാണ്? രേണു. അപ്പം ഓപ്ഷൻ എ രേണു ആണ് എന്ത് റൈറ്റ് ആൻസർ. രേണു ആണ് ആ ബെഞ്ചിൻ്റെ ഏറ്റവും ഇടതുവശത്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഈ ബെഞ്ചിൻ്റെ ഏറ്റവും വലതുവശത്തായിട്ടിരിക്കുന്ന ആരാണ്? മനുവിൻ്റെ തൊട്ടിപ്പുറത്ത് സുരാജിൻ്റെ തൊട്ടിപ്പുറത്ത് അനുവിൻ്റെ ഇപ്പുറത്ത് രേണു. അപ്പം ഈ ബെഞ്ചിൻ്റെ ഏറ്റവും ഇടതുവശത്ത് അല്ലെങ്കിൽ ഇടത്തറ്റത്ത് നിന്ന് ഇരിക്കുന്നത് ആരാണ്? രേണു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇ എഫ് എന്നിവർ വട്ടത്തിൽ നിൽക്കുന്നു. ബി എന്ന് പറയുന്നത് എഫ് ആൻഡ് സിയുടെ ഇടയിലാണ്. എ എന്ന് പറയുന്ന ആള് എന്താണ്? ഇ ആൻഡ് ഡിയുടെ ഇടയിലാണ്. എഫ് ഡിയുടെ ഇടത്തായും നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് എഫിൻ്റെ ഇടയിൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. എ ബി സി ഡി ഇ എഫ് എന്നിവർ വട്ടത്തിൽ നിൽക്കുന്നു. ബി എന്ന് പറയുന്ന ആൾ എഫ് ആൻഡ് സിയുടെ ഇടയിലാണ്. എ എന്ന് പറയുന്ന ആൾ ഇ ആൻഡ് ഡിയുടെ ഇടയിൽ. അടുത്ത ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, എഫ് എന്ന് പറയുന്നത് ഡിയുടെ ഇടത്തായും നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഒരു വട്ടം വരയ്ക്കാം. വട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി കറക്റ്റ് വട്ടമൊന്നും ആയില്ല, എന്നിരുന്നാലും നോക്കിക്കോളൂ. 1 2 3 4 5 6 പേര്. എത്ര പേരാണ്? എ ബി സി ഡി ഇ എഫ്, മൊത്തം 6 പേര്. അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ബി എന്ന് പറയുന്നത് എഫിൻ്റെയും സിയുടെയും ഇടയിലാണ്. എഫിൻ്റെയും സിയുടെയും ഇടയിലാരാണ്? ബി. അടുത്ത എന്താണ് പറയുന്നത്? എ എന്ന് പറയുന്ന ആൾ ഇയുടെയും ഡിയുടെയും ഇടയിലാണ്. എ എന്ന് പറയുന്ന ആൾ ഇയുടെയും ഡിൻ്റെയും ഇടയിലാണ്. അടുത്തെന്താ പറയുന്നത്? എഫ് ഡിയുടെ ഇടത്തായി നിൽക്കുന്നു. എഫ് ഡിയുടെ ഇടത്തായി നിൽക്കുന്നു. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഒരു വട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് വരുന്ന, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നതാണ് എന്ത്? റൈറ്റ് എന്ന് പറഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് എന്താണ്? ലെഫ്റ്റായിട്ടാണ് എടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിപ്പം ഒരു വട്ടത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്കുള്ളത് എന്താണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഒരു ക്ലോക്ക് തിരിയുന്ന ആലോചിക്കുക. ആ ക്ലോക്ക് തിരിയുന്നതിനനുസരിച്ച് റൈറ്റിലേക്കുള്ളതാണെങ്കിൽ എന്താ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ലെഫ്റ്റിലേക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്ത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അത് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആദ്യം നോക്കാം. ലാസ്റ്റത്തെ പോയിൻ്റ് എടുക്കാം. എഫ് ഡിയുടെ ഇടതുവശത്താണ്. എഫ് എന്ന് പറയുന്നത് ഡിയുടെ ഇടതുവശത്താണ്. അപ്പം നമുക്കറിയാം റൈറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ഡിയുടെ ഇടതുവശത്താണ് എന്ന് പറയുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട് ഡിയുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഇടതെന്ന് പറയുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഫ്. അടുത്ത നമുക്ക് എന്തറിയാം? ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട് ഡി ആരുടെ ഇടയിലാണ്? ഇയുടെയും ഡിയുടെയും ഇടയിൽ ആരുണ്ട്? എ ഉണ്ട്. ഇവിടെ ഡി വെച്ച് വരച്ച് നമ്മൾ. ഇനി ഇ, അതിൻ്റെ ഇടയിൽ ആരുണ്ട്? എ ഉണ്ട്. അടുത്ത് നമുക്കറിയാം എഫിൻ്റെയും സിയുടെയും ഇടയിൽ ആരാണ്? ബി. എഫ്
ൻ്റെയും സിൻ്റെയും ഇടയിൽ ആരാണ്? ബി. ഇനി ഇവർ പറഞ്ഞിട്ടുള്ള എന്താണ്? എൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരാണ്? എൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരാണ്? ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരാ ഇവിടെ ഉള്ളത്? ഡി. എയുടെയും എഫിൻ്റെയും ഇടയിൽ ആരാണ്? ഡി. അപ്പം ഓപ്ഷൻ ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിലൊന്നുകൂടി പറയാം. 6 പേര് എ ബി സി ഡി ഇ എഫ് എന്ന പേര് വട്ടത്തിൽ നിൽക്കുന്നു. ബി എന്ന് പറയുന്ന ആൾ എന്താണ്? എഫിൻ്റെയും സിയുടെയും ഇടയിലാണ്. അത് നമ്മളിവിടെ മാറ്റി വരച്ച് വെച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ആൾ എഫിൻ്റെയും സിയുടെയും ഇടയിലാണ്. അടുത്ത എ എന്ന് പറയുന്ന ആൾ ഇയുടെയും ഡിയുടെയും ഇടയിലാണ്. എ എന്ന് പറയുന്നത് ഡിയുടെയും ഇൻ്റെയും ഇടയിലാണ്. അടുത്ത മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? എഫ് ഡിയുടെ ഇടതുവശത്താണ്. എഫ് എന്ന് പറയുന്നത് ഡിയുടെ ഇടതുവശത്താണ്. ആ മൂന്നും നമ്മൾ ആദ്യം എഴുതി വെച്ചു. ആദ്യം നമ്മൾ എഫിനെ പ്ലേസ് ചെയ്തു. എഫിനെ പ്ലേസ് ചെയ്തതിന് ശേഷം എഫിൻ്റെ ഇടതുവശത്ത് നമ്മൾ ഡീനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ഡിയുടെയും ഇയുടെയും ഇടയിൽ ആരാണ്? എ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിയിനെയും ഇൻ്റെയും ഇത് ഫിഗർ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എനെ പ്ലേസ് ചെയ്തു. അതിനുശേഷം എഫിനും സിക്കും ഇടയിലാണ് ആര്? ബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എഫിനും സിക്കും ഇടയിൽ നമ്മൾ ബീനെ പ്ലേസ് ചെയ്തു. ഇനി അവർ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? എൻ്റെയും എഫിൻ്റെയും ഇടയിൽ ആരാണ്? അപ്പോൾ നമ്മൾ എയും നോക്കി എഫും നോക്കി. എയുടെയും എഫിൻ്റെയും ഇടയിൽ ആരാണ്? ഡി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡിയിലാണ് നമ്മൾ ഡി വരുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ. വരിയും നിരയും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.